ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ എല്ലാ ക്വാളിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ബൈബിളിൽ ഉപയോഗിക്കുന്ന വിവിധ പദങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ഇന്ന് കടന്നു പോകുന്നില്ല. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുക. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായി ഒരു കാരണവശാലും വിശ്വസിക്കുന്നതിൽ നിന്ന് ഒരല്പം പോലും അണുവിട പോലും വ്യത്യാസം വരുത്താതെ വിശ്വസിക്കേണ്ട സത്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം നമുക്കൊരു 4 ദിവസത്തെ ധ്യാനം നടത്താം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒരു 4 ദിവസത്തെ ധ്യാനം നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം നടത്താം. പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതിനെ മാത്രം വ്യാഖ്യാനിച്ച് പോയാൽ ഒരു 4 ദിവസം പോലും മതിയാവുകയില്ല. നമ്മൾ ഇന്ന് പറയുന്ന കാര്യം, പരിശുദ്ധാത്മാവ് സത്യമായും ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് വരുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ജീവദാതാവാണ് ഈ പരിശുദ്ധാത്മാവ്. ജീവൻ നൽകുന്നവനാണ് ഈ പരിശുദ്ധാത്മാവ്. നാലാമത്തെ കാര്യം ഇതാണ്, ഏക പരിശുദ്ധാത്മാവ്. ഇത് ഏക ദൈവമാണ്. നമ്മൾ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു ഏക ദൈവം എന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പുത്രനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറഞ്ഞു അത് ഏക പുത്രനാണ് എന്ന് പറഞ്ഞു. അത് ഏക ദൈവമാണെന്നാണ് പറയുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴും വീണ്ടും പറയും ഏക ദൈവമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ഏക എന്നുള്ളത് നമ്മളിങ്ങനെ മൂളി അങ്ങ് വിട്ടുപോകുന്നതാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന സമയത്ത്, അല്ലേ? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഏക ശ്രദ്ധിക്കത്ത് പോലുമില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന. നിങ്ങൾ കുർബാന പുസ്തകത്തിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് കാണാം. ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക്. അതിൻ്റെ കാരണം ഇതാണ്, അങ്ങനെ ചൊല്ലിയാലും തെറ്റില്ല. പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ചൊല്ലിയാലും അതാണ് ശരി. ഇനിയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതിൻ്റെ കാരണവശം പറഞ്ഞുതരാം. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പിതാവിൽ നിന്നും പുറപ്പെടുന്ന നമുക്ക് ഒഴിവാക്കാവുന്ന ഭാഗമായതുകൊണ്ടാണ് അവിടെ ഹൈഫൻ ഇട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുക. കാരണം ഇതാണ്, എല്ലാത്തിൻ്റെയും ഉറവിടം പിതാവാണ്. നമ്മൾ അങ്ങനെ ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് അതിൻ്റെ അത് ചേർക്കാനുള്ള കാരണം ഇതാണ്. ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പം പിതാവിൽ നിന്ന് പുത്രൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് 2 എടുത്ത് ചേർത്തിരിക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും ഉണ്ട്, അവരയക്കുന്ന പരിശുദ്ധാത്മാവ് ഏതാണ്ട് താഴത്തെ ഗ്രേഡിലുള്ള ആളാണെന്ന് നമുക്കൊരു തോന്നും. അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് പിതാവിൽ നിന്ന് തന്നെയാണ് കൃത്യമായി പുറപ്പെടുന്നത്. ഈശോയും പറയുന്നത് അത് തന്നെയാണ്, പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്, ഞാൻ അയക്കുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം പറയുന്നത് എന്താ, പിതാവിനുള്ളതെല്ലാം എൻ്റേതായതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ അയക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അതായത് പിതാവ് ആണ് എല്ലാത്തിൻ്റെ ഉറവിടം എന്ന് പറയാനായിട്ടാണ് പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ, അല്ലേ? അപ്പം അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഉറവിടം പിതാവാണെന്ന് പറയാനായിട്ടാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള സകലതും വരുന്നത് പിതാവിൽ നിന്നാണ്. അപ്പം എല്ലാത്തിൻ്റെ ഉറവിടം പിതാവാണ് എന്ന് പറയാനായിട്ടാണ്
പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ മറ്റെവിടെന്നെങ്കിലും വന്നതല്ല, പിതാവിൽ നിന്ന് തന്നെ വന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്ന ദൈവം തന്നെയാണ് എന്നതാണ് നമ്മൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നതുകൊണ്ട് അവിടെ ഏറ്റു പറയുക. ഇതൊരു ബോധ്യമുണ്ടാകണം. ഇത് ഏറ്റു പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ദൈവമാണ്, പിതാവിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്ന ദൈവമാണ്. ഈശോ പുറപ്പെട്ടു വന്നതുപോലെ തന്നെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവം തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈശോ അയക്കുന്നത്? കാരണം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഇടയനായിട്ടാണ്. തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി പിതാവിൽ നിന്ന് മാധ്യസ്ഥം വഹിച്ച് അയക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ അയക്കുന്നു എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരേ ദൈവം തന്നെ എല്ലാം പുറപ്പെട്ടിരിക്കുന്നത് CCCക്കകത്ത്, അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. CCC 689 ഇപ്രകാരം പറയും: അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഛായയായി കാണപ്പെട്ടത് ക്രിസ്തുവാണ്, പക്ഷേ ആത്മാവാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന രൂപത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നത് ഈശോയാണ്. ആ ഈശോയെയും പിതാവായ ദൈവത്തെയും വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പിതാവിൻ്റെ കാണപ്പെടുന്ന ഛായയായി നമ്മുടെ മുമ്പിൽ വന്നത് പുത്രനായ മിശിഹായാണ്. പക്ഷെ ഈ പുത്രനായ മിശിഹായെയും അയച്ച പിതാവിനെയും വെളിപ്പെടുത്തി തരാൻ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇവരെ രണ്ടുപേരെയും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ പരിശുദ്ധാത്മാവ്, നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഏക ദൈവമാണ്. ഏക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം എന്ന ഒറ്റ ദൈവമാണ്. ആ ദൈവം പുറപ്പെട്ടു വന്നത് ഈ ആൾക്കാരെ മനസ്സിലാക്കിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ പുത്രനെയും പിതാവിനെയും മനസ്സിലാക്കിച്ചു തരാൻ, അത് വെളിപ്പെടുത്തി തരാൻ ആ പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു വന്നത് പിതാവിൽ നിന്ന് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ്. വളരെ ക്ലിയർ ആയിട്ടാണ് പറയുക ആരിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ്? പിതാവിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അച്ഛൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി: പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ചൊല്ലണ്ട, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന. അതാണ് വളരെ കറക്റ്റായിട്ടുള്ളത്. ഇനി അതോടെ കൂട്ടി ചെല്ലിയെന്ന് പറഞ്ഞാലും അതൊരു തിയോളജിക്കലി എററല്ല, തെറ്റല്ല എന്നതുകൊണ്ടാണ് അത് അവിടുന്ന് മാറ്റാതെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കുക. രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് സത്യാത്മാവ്. സത്യാത്മാവ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സത്യാത്മാവ് എന്ന പദം ഉപയോഗിക്കുന്നു. അത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് സത്യാത്മാവ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിതാവിനെയും പുത്രനെയും കൃത്യമായി വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് വരങ്ങൾ കിട്ടുന്നുണ്ട്, ദാനങ്ങൾ കിട്ടുന്നുണ്ട്, ഫലങ്ങൾ കിട്ടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ ദൗത്യം എന്താണ് എന്ന് അവിടെ പറയുകയാണ്. എന്താണ്? അവൻ സത്യാത്മാവും ജീവദാതാവുമാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം. പറഞ്ഞു മനസ്സിലായോ? ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന ഒഴിവാക്കാനാവാത്ത ദൗത്യം എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറഞ്ഞതൊക്കെയാണ്. അവൻ സത്യാത്മാവാണ്, ജീവദാതാവാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, സത്യാത്മാവാണ്. എന്താണ് സത്യം? ആരാണ് സത്യം? സത്യാത്മാവ് എന്ന് പറയുന്നതുകൊണ്ട് രണ്ടർത്ഥമാണ്. ഒന്ന്, അവൻ സത്യമാണ്. അവൻ സത്യമാണ്. ഈശോ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് അവൻ സത്യമാണ്. അവൻ സത്യമാണ്, അല്ലേ? അതേ കാര്യം തന്നെ പരിശുദ്ധാത്മാവിനുമുണ്ട്. അവൻ ശരിക്കും സത്യമാണ്, അതായത് അവൻ ശരിക്കും ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് സത്യാത്മാവ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈശോ പറയുന്നതാണ്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും.
സത്യാത്മാവ് വരുമ്പോൾ, അവിടെയാണ് സത്യാത്മാവ് എന്ന പദം ഈശോ തന്നെ കൊണ്ടുവരുന്നത്. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. 1 കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അതായത് പരിശുദ്ധാത്മാവിനാണ് കർത്താവ് ദൈവത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്നത്. നമുക്കിത് വെളിപ്പെടുത്തി തരുന്നത് ആരാണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അത് വെളിപ്പെടുത്തി തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ഈശോ കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഈശോ കർത്താവാണെന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമല്ല, അല്ലേ? നമ്മൾ ഒത്തിരി പേരെ കാണുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, ക്ലബ് ഹൗസ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലബ് ഹൗസിലൊക്കെ കയറി നോക്കാറുണ്ട്. ചുമ്മാ ഓടിച്ചു പോവാണ്. നമുക്ക് അഭിപ്രായം പറയാൻ അവർ അവസരം തന്നാലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ക്ലബ് ഹൗസിൻ്റെ അകത്ത് മൊത്തം ചർച്ചകൾ മൊത്തം നിരീശ്വരവാദികളുടെ ഇതാണ്, നിരീശ്വരവാദികളുടെ ചർച്ചകളാണ്. അത് കൂടുതലും ബൈബിളിലെ എടുത്തു വെച്ചിട്ടാണ് അവർ ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമ്മൾ വായിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്. ബൈബിളിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് ഈശോ കർത്താവാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വായിക്കുകയാണ് 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും ഈശോ ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും ഈശോ കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമല്ല. ഈ ആത്മാവ് ഇല്ലാത്തവനാണ് എന്ത് പറയുന്നത്? ഈശോ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത്. എന്നാൽ ഈശോ കർത്താവാണ് എന്ന് ഏറ്റു പറയണമെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഞാൻ ഈശോ കർത്താവാണ് എന്ന് എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണുകൊണ്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ്. നമുക്ക് അഭിമാനിക്കാം. ഞാൻ കത്തോലിക്കനാണ്, ഞാൻ ഈശോ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്ന് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അല്ലെ? എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈശോ കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് പൗലോസ് പഠിപ്പിക്കുകയാണ്. 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പൊ അതായത് ഈശോ കർത്താവാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് ആരുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ഈ സത്യാത്മാവ് ഉണ്ടായിരിക്കണം. സത്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തരുന്ന ആത്മാവ് ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇനി രണ്ടാമത് പറയുകയാണ്, അടുത്തത് പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവേ എന്ന് ദൈവത്തെ നിനക്ക് വിളിക്കാൻ പറ്റണമെങ്കിൽ, ദൈവത്തെ കയറി നിനക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ പേടിയാണ്. ദൈവം എന്നെ വിധിക്കാനിരിക്കുന്നവനാണ്, ഞാൻ ചെയ്യുന്ന പാപത്തിനൊക്കെ തക്ക ശിക്ഷ നൽകി എന്നെ നരകത്തിലേക്ക് അയക്കാൻ നിൽക്കുന്നവനാണ് ദൈവം എന്നതാണ് നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെങ്കിൽ ഓർത്തോണം, നിന്നിൽ പരിശുദ്ധാത്മാവില്ല. നിനക്ക് നിന്റെ അപ്പൻ എന്ന രീതിയിൽ പിതാവേ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്ന ഒരു ദൈവമാണ് ദൈവമെന്ന്, പിതാവെന്ന് നിനക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, നിനക്ക് വിശ്വസിക്കാനാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥമാണ് നിന്നിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപം ചെയ്താൽ, ഞാൻ ഏറ്റുപറഞ്ഞാൽ, എൻ്റെ അപ്പ എന്നോട് ക്ഷമിക്കണേ എന്ന് ഏറ്റുപറഞ്ഞാൽ നിന്റെ അപ്പൻ നിന്നോട് ക്ഷമിക്കുമെന്നും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുമുള്ള ബോധ്യമുണ്ടെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയുന്നത് മാത്രം ക്ഷമിക്കാൻ പറ്റുകയില്ല. അത് മാത്രമേ ഉള്ളൂ പൊറുക്കപ്പെടാത്ത പാപം. ഈ നമ്മുടെ യൂദാസ് നശിച്ചു പോകാൻ, യൂദാസിനെ കയറി നാശത്തിന്റെ പുത്രനെന്ന് ഈശോ വിളിക്കാനുള്ള കാരണം ഇതാണ്. പിതാവിനെ കയറി ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റിയില്ല, എന്നോട് പൊറുക്കുന്നവനാണ് എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അതാണ് ആത്മാവ് കുടികൊള്ളാത്ത അവസ്ഥ എന്ന് പറയാം.
അപ്പം അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. സത്യാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് നീ പറയുമ്പോൾ നീ അവിടെ സ്വയമേ എളിമപ്പെടുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നിന്നെ. സത്യമായി നിന്നെ മനസ്സിലാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഏറ്റുപറയുക. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഏറ്റുപറഞ്ഞ സത്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ, പിതാവിനെ പിതാവായി അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ, പുത്രനായ ദൈവത്തെ കർത്താവായി അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ് കിട്ടിയേ പറ്റൂ. അതാണ് എൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു എന്നാണ് നീ അവിടെ ഏറ്റുപറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്ന് പറഞ്ഞു, കാരണം അത് ദൈവം തന്നെയാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവം തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, എല്ലാത്തിൻ്റെ സോഴ്സ് പിതാവ് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പൂർണ്ണമായതിൻ്റെ എല്ലാത്തിൻ്റെ സോഴ്സ് പിതാവാണ്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് പൂർണ്ണനാണ്, പരിപൂർണനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇതാണ്, സത്യാത്മാവാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ. അവൻ സത്യം പഠിപ്പിക്കുന്നവൻ, സത്യം തന്നെയായ ദൈവമാണ്. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൻ സത്യമായും സത്യ ദൈവമാണ് എന്നാണ് നമ്മളിവിടെ ഇട്ട് പറയുക. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്, ജീവദാതാവാണ് പരിശുദ്ധാത്മാവ്. ജീവദാതാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മരണത്തിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാൻ, നിത്യജീവൻ തരാൻ ഈ ആത്മാവിനെ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് നിന്നെ മരണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി മുകളിലേക്ക് കൊണ്ടുപോവുക. നിനക്ക് നിത്യജീവൻ തരുന്നത്, അല്ലെങ്കിൽ നിന്നെ ഉയർപ്പിക്കുന്നത് ഈ ആത്മാവാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈശോയെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ നീയും ഉറപ്പായും ഉദ്ധാനം ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈശോ ഈ ലോകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് പിതാവ് പരിശുദ്ധാത്മാവിനാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചതെങ്കിൽ അതേ ആത്മാവിനെയാണ് നിനക്കും തന്നിരിക്കുന്നത്. എന്തിനാണ്? നിന്നെയും ഈ ലോകത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് കൊണ്ടുപോയി ഉദ്ധാനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് നമ്മൾ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിൽ, ജീവദാതാവായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പറയുകയാണ്, എൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ തീരുന്ന ഒന്നല്ല എൻ്റെ ജീവിതം, മറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്യിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അതാണ് ഇവിടെ പറയുക. അപ്പൊ അതുകൊണ്ട് ജീവദാതാവായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവായ പരിശുദ്ധാത്മാവ്, ജീവദാതാവായ പരിശുദ്ധാത്മാവ്. അതിന്റെ അർത്ഥങ്ങൾ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും ഏക പരിശുദ്ധാത്മാവ്. കുറേ പരിശുദ്ധാത്മാക്കളൊന്നുമില്ല, നമുക്ക് ഓരോന്നും തരുന്നത് ഓരോ ആത്മാക്കളല്ല എന്നൊക്കെ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ വരങ്ങളെക്കുറിച്ചും ഓരോ ദാനങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. ചിലർക്ക് പ്രവചന വരമുണ്ട്, അല്ലെ, പ്രവചനം നൽകുന്ന ആത്മാവ്. ഒരേ ആത്മാവ് തന്നെയാണ് നമുക്കിതെല്ലാം നൽകുന്നത്. ഭാഷാവരം നൽകുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നൽകുന്ന ഒരേ ആത്മാവാണെന്ന് പറയുകയാണ്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് എഴുതി വെച്ച് 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അവസാനം 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. 1 കൊറിന്തോസ് 12-ാം അധ്യായം 13-ാമത്തെ വാക്യം, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു.
അതായത് ഒറ്റ ആത്മാവേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് എന്ന ഒറ്റ ആത്മാവ്. ഇതേ ആത്മാവ് തന്നെയാണ് നമുക്ക് മാമോദീസായിലൂടെ നമ്മളിലേക്ക് വർഷിക്കപ്പെട്ടതും സൈർലേപനം അല്ലെങ്കിൽ തൈലാഭിഷേക കൂദാശയിലൂടെ സ്ഥിരപ്പെടുത്തിയതുമായ ഒരൊറ്റ ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് ഓരോ വരങ്ങളും ദാനങ്ങളും ഓരോരുത്തർക്കും കൊടുക്കുക. ഇതെല്ലാം സഭയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നും നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഒറ്റ ആത്മാവേ ഉള്ളൂ, ഒറ്റ ആത്മാവേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണമെന്നും പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റാത്മാക്കൾ അല്ലെങ്കിൽ അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതും ദൈവമാണ്, അവിടെ ഒരു ആത്മാവുണ്ട് ഇവിടെ ഒരു ആത്മാവുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് എന്നത് ഒറ്റ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്ന നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധൻ ആത്മാവ്, പരിശുദ്ധൻ ആത്മാവ്, ഈ രണ്ട് വാക്കുകളും ത്രിത്വത്തിലെ 3 ആളുകൾക്കും ആപ്ലിക്കബിൾ ആണ്. പരിശുദ്ധൻ, പിതാവായ ദൈവത്തെ പരിശുദ്ധൻ എന്നാണ് നമ്മൾ പറയുക. പുത്രനായ ദൈവത്തെയും പരിശുദ്ധൻ എന്ന് തന്നെ പറയണം. പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. ഈ പരിശുദ്ധൻ എന്ന വാക്ക് ത്രിത്വത്തിലെ 3 ആളുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ദൈവത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ദൈവം ആത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധൻ ആത്മാവ് എന്ന പദം ത്രിത്വത്തിലെ 3 ആളുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അച്ഛൻ പറയുന്ന കാര്യമല്ല കേട്ടോ, കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഈ പരിശുദ്ധൻ ആത്മാവ്, ഈ 2 വാക്കുകളോട് കൂട്ടിച്ചേർത്ത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയാനുള്ള കാരണം അവൻ സത്യമായും ദൈവം തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് സഭ ആദ്യമായിട്ട് ഉപയോഗിച്ച വാക്കൊന്നുമല്ല കേട്ടോ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടൊന്ന് ഉപയോഗിച്ചേക്കാം, ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കാം. സഭ പറഞ്ഞതല്ല, ഈശോ ഉപയോഗിച്ച വാക്കാണ്. ഇത് ഈ പുറപ്പെട്ടു വരുന്ന ആത്മാവ് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, നിങ്ങളെ വിശദീകരിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ പിതാവിൽ നിന്ന് അയക്കുന്ന ഈ ആത്മാവ് സത്യമായും ദൈവം തന്നെയാണെന്ന് പറയാൻ ഈശോ തന്നെ പറഞ്ഞ വാക്കാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. ഈ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം ഇത് സത്യമായും ദൈവമാണ്. നമ്മളോട് കൂടെ വസിക്കുന്ന ഈ ആത്മാവ് സത്യമായും ദൈവമാണ്, അല്ലാതെ ദൈവത്തിൻ്റെ ഒരു സബ്ബൊന്നുമല്ല, അതേ ദൈവം തന്നെയാണ്. നേരത്തെ പറഞ്ഞ CCCക്കകത്ത് ഉപയോഗിച്ച അല്ലെങ്കിൽ മതബോധന ഗ്രന്ഥത്തിനകത്ത് ഉപയോഗിച്ച വാക്ക്, ആ ഒരു സെന്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിതാവിൻ്റെ ഛായ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കാണാവുന്ന രൂപത്തിൽ വന്നതാണ് ക്രിസ്തുവെങ്കിൽ, ഈ പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തി തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുവഴിയേ നമുക്ക് പിതാവിനെയും പുത്രനെയും സത്യത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അച്ഛൻ ഒന്ന് ചുരുക്കി പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സത്യമായും ഏറ്റുപറയുന്ന, വിശ്വാസ പ്രമാണത്തിൽ ഒഴിവാക്കാൻ പാടില്ലാതെ ഏറ്റുപറയുന്ന സത്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. അതിന് പല കാരണങ്ങളാണ് നമ്മൾക്കറിയാം. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടുള്ളതെല്ലാം പിതാവിൽ നിന്ന് വന്നതാണ്. ഇത് പരിപൂർണനാണ്, പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതുകൊണ്ട് അവൻ ദൈവം തന്നെയാണ്. അത് പറയാനായിട്ടാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. എല്ലാത്തിൻ്റെ സോഴ്സ് പിതാവ് മാത്രമാണ് എന്ന് നമ്മൾ അവിടെ ഏറ്റു പറയും. അപ്പം അതുകൊണ്ട് അത് ദൈവമാണ് എന്ന് ഏറ്റു പറയാനാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്ന് നമ്മളവിടെ പറഞ്ഞത്. അത് നമ്മൾ ചൊല്ലുക. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്, സത്യാത്മാവ്. അവിടെ നമ്മൾ പറഞ്ഞു സത്യം എന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് സത്യമാണ്. ഈശോ പറഞ്ഞു താൻ സത്യമാണ്, താനും പിതാവ് ഒന്നാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് അവൻ സത്യമാണ് എന്നുള്ളത്. അവൻ സ്നേഹമാണ്, അവൻ സത്യമാണ് എന്നൊക്കെയുള്ളത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് സത്യമാണ്, അവൻ ദൈവമാണ്. ഇനി രണ്ടാമത്തത്, ഈ സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം തരാൻ വേറെ ആർക്കും പറ്റില്ല. ഈശോയെ കർത്താവാണെന്ന് അംഗീകരിക്കാൻ പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല, ഈ സത്യാത്മാവില്ലാതെ പറ്റില്ല. പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ, അവൻ ക്ഷമിക്കുന്ന പിതാവാണ്, സ്നേഹിക്കുന്ന പിതാവാണെന്ന് അംഗീകരിക്കാൻ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ പറ്റില്ല. അതുകൊണ്ടാണ് സത്യാത്മാവ് എന്ന് നമ്മളവിടെ ചൊല്ലാനുള്ള കാരണം.
ഇനി ജീവദാതാവാണ് പരിശുദ്ധാത്മാവ്. കാരണം നമ്മളെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈശോയെ ഉയർപ്പിക്കുവാൻ വന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതേ ആത്മാവ് തന്നെയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ സത്യാത്മാവാണ്, ജീവദാതാവാണ്. ഇതാണ് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. നമുക്ക് മറ്റു പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പാരക്ലേത്ത, സഹായകൻ എന്ന വാക്കുകളൊക്കെ ഇതിനകത്ത് പറയുന്നത്. റൂഹ എന്ന വാക്കുകളൊക്കെ നമ്മൾ ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങൾ, പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്ന് പറയുന്നത് അവൻ ഈ സത്യാത്മാവാണ്. സത്യത്തെ പഠിപ്പിക്കുന്നവനാണ്, നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നവനാണ്, വെളിപ്പെടുത്തി തരുന്നവനാണ്. രണ്ട്, നമുക്ക് ജീവൻ നൽകുന്ന ആത്മാവാണ്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റി. ഇനി മൂന്നാമത്തെ, ലാസ്റ്റത്തെ കാര്യം, നാലാമത്തെ കാര്യം ഇപ്രകാരമാണ് നമ്മൾ ചൊല്ലിയത്. ഏക പരിശുദ്ധാത്മാവാണ്. ഒരേ ഒരു ദൈവമാണ്, ഒരേ ഒരു ദൈവത്തിൻ്റെ ഭാഗമാണ്, ഒരേ ഒരു ദൈവം തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധൻ ആത്മാവ്. ദൈവത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെ പിതാവിനും പുത്രനും ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ ഈ വലിയ സത്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകണം. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.